അത്യാവശ്യം നല്ല രീതിയിൽ ചില്ലി ബീഫ് നമ്മുടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചില്ലി ബീഫ് നമുക്ക് ഇതൊരു ചേമ്പിരയിലോട്ട് വെക്കാം. നമ്മുടെ ക്യാമറമാൻ മച്ചാൻ അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട്. അവൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിച്ച് കിട്ടിയാൽ മതി. തരാടാ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹരി. വെൽക്കം ടു പാരഡൈസ് ഓഫ് കുക്കിംഗ്. പാരഡൈസ് ഓഫ് കുക്കിങ്ങിലെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. കാരണം നമ്മളിന്ന് മലയാളികളുടെ ദേശീയ ഭക്ഷണമായ ബീഫ് വെച്ചിട്ട് നമ്മൾ ചില്ലി ബീഫാണ് ഔട്ട്ഡോർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചില്ലി ബീഫ് എന്താ ചൂസ് ചെയ്യാൻ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഒരു 1 month മുന്നേ ഞാൻ ഒരു പോൾ ചെയ്തായിരുന്നു. അതായത് അടുത്ത റെസിപ്പീസ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചൊരു പോളായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഒത്തിരി റിക്വസ്റ്റ് വന്നു പല റെസിപ്പീസ് ട്രൈ ചെയ്യാൻ. അപ്പോൾ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് നമ്മുടെ ചില്ലി ബീഫ്. പിന്നെ ഔട്ട്ഡോറും കൂടെ സെറ്റ് ചെയ്യാമെന്ന് കരുതി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു 1 week മുന്നേ ഒരു പോസ്റ്റ് ചെയ്തായിരുന്നു, അത് പോൾ ചെയ്തായിരുന്നു. അതായത് ഔട്ട്ഡോർ വേണോ ഇൻഡോർ വേണോ എന്നൊരു പോസ്റ്റ്. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് കിട്ടിയ ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഔട്ട്ഡോർ കുക്കിംഗ് ഓപ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്തായാലും ഞാൻ ബീഫും ഔട്ട്ഡോറും കൂടെ സെറ്റ് ചെയ്യാൻ വെച്ചു. കിടിലൻ കോമ്പിനേഷനാണ് നമ്മുടെ ബീഫും ഔട്ട്ഡോറും കൂടി. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഔട്ട്ഡോർ വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് പോരായ്മകളൊക്കെ കാണും. നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ക്ഷമിച്ച് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൊണ്ട് അമർത്തുവാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 കിലോളം ഫ്രഷ് ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബീഫ് നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതുകൊണ്ട് കൊച്ചു പീസസ് ആയിട്ട് നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു പീസോളം വീതിയിൽ നിങ്ങൾ മുറിച്ചെടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല സമയം എടുക്കും 1 കിലോ ബീഫ് ഇങ്ങനെ ചെറുതായിട്ട് മുറിക്കാൻ. ഇപ്പോൾ എനിക്ക് ഏറെക്കുറെ ഒരു അരമണിക്കൂർ എടുത്തതിന് ശേഷമാണ് ഞാൻ മൊത്തം മുറിച്ച് കഴിഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ പിച്ചാത്തിക്ക് അത്യാവശ്യം നല്ല മൂർച്ച ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഒരു വലിയ പ്രഷർ കുക്കർ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ മുറിച്ച് മാറ്റിയ ബീഫിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇമ്പോർട്ടൻ്റ് ആട്ടോ, നിങ്ങൾ എന്തായാലും ചേർക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തോട്ടിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക. കുക്കറിൽ വേവിക്കുമ്പോൾ നിങ്ങൾ വെള്ളം ഒരിക്കലും ചേർക്കരുത്. ബീഫിൻ്റെ ആ നെയ്യൊക്കെ ഇറങ്ങി നന്നായിട്ട് വെള്ളം വന്നോളും. ഇനി ഞാൻ ഇവിടെ ഒരു കുക്കറിൻ്റെ ലിഡ് വെച്ച് അടയ്ക്കുവാണ്. നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചാണ് ഇതിൻ്റെ വിസിൽ കേൾക്കേണ്ടത്. അപ്പോൾ ഏറെക്കുറെ ഒരു 5-6 വിസിലോ മതിയാവും. 5-6 വിസിലോ ആകുമ്പോഴത്തേക്കും ബീഫ് നന്നായിട്ട് വെന്തിരിക്കും. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല മണമടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. അപ്പം നിങ്ങളൊരു കോരി വെച്ച് കോരുക, കാരണം വെള്ളം ഇതിനകത്ത് വരാൻ പാടില്ല. നമുക്കിനി ഇത് മാരിനേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് വേവിക്കാൻ നേരത്ത് മിച്ചം വന്ന ഈ ഒരു വെള്ളമാണ് നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്ക്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം, നമുക്ക് അവസാനം ഉപയോഗിക്കാനുള്ളതാണ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ പൊടിയാണ്. ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റിലും കടയിലും കിട്ടുന്ന കോൺഫ്ലവർ പൊടി 24 രൂപയുള്ളൂ ഇതിൻ്റെ വില. എല്ലായിടത്തും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഓളം കോൺഫ്ലവർ പൊടി നമ്മുടെ ഈ ഒരു ബീഫിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സോയാബീൻ സോസാണ്. ഒട്ടുമിക്ക ചില്ലി ഐറ്റംസ്, അതായത് ചില്ലി ഗോപി, ചില്ലി പനീർ, ചില്ലി ചിക്കൻ, ചില്ലി ബീഫിനൊക്കെ ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സോയാ സോസ്. അപ്പോൾ നമുക്കിതൊരു 2 ടേബിൾ സ്പൂണോളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഈ ഒരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ പൊടിയും അതുപോലെ തന്നെ സോയാ സോസും നമ്മുടെ ബീഫിലേക്ക് അത്യാവശ്യം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇഷ്ടികയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ പൊതുമ്പാണ് എടുത്ത് വെക്കുന്നത്. വിറക് കിട്ടുമെങ്കിൽ വിറകെടുക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് കത്താൻ വേണ്ടി പൊതുമ്പാണ് ഉപയോഗിക്കുന്നത്. അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കർപ്പൂരം വെച്ചിട്ട് ഒന്ന് കത്തിക്കാം.
അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇത് ഉപയോഗിക്കരുത്, അതായത് മണ്ണെണ്ണ ഉപയോഗിക്കരുത്. മണ്ണെണ്ണയുടെ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബീഫ് മൊത്തം കുളമായി. അപ്പോൾ നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുപ്പ് ഇവിടെ കത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു വലിയൊരു ഉരുളിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബീഫ് ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം ബീഫ് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാനായിട്ട് ചെറിയ പീസ് ആയതുകൊണ്ട് നമുക്ക് അധികം എണ്ണ വേണ്ട. നമ്മൾ കുറച്ച് മാത്രം എണ്ണയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പം ഇത് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/4 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബീഫ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് കോരി മാറ്റാം. അപ്പോൾ നമ്മളിനി ബീഫ് വറുത്ത് മാറ്റിയതിന് ശേഷം ഞാനിവിടെ വേറൊരു സെയിം ഉരുളി തന്നെ എടുക്കുവാണ്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ നമുക്കൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ ഒരു രീതിയിൽ മുറിത്തടിച്ച് വെച്ചിരിക്കുന്ന സവോള നമ്മൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 4-5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഈ ഒരു ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ സവോളയും ക്യാപ്സിക്കും ഒക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ചേർക്കുന്നത് സോയാ സോസാണ്. സോയാ സോസ് ഏകദേശം ഒരു 1/4 കപ്പ് ഓളം അളവിൽ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ സോസും കൂടെ ഞാനിവിടെ എടുക്കുന്നുണ്ട്. സോസ് കൂടുതൽ ഇഷ്ടമുള്ളവർ സോസ് കൂടുതൽ ചേർക്കുക. ഇനി നമ്മൾ നേരത്തെ കുക്കറിൽ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബീഫിന്റെ സ്റ്റോക്ക് ഉണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു കപ്പോളം സ്റ്റോക്ക് ഞാനിവിടെ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഞാനിവിടെ ഒരു വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ട പിടിക്കാതെ നിങ്ങൾ നോക്കുക, അതായത് ലംസ് ഒന്നും വരാതെ പ്രത്യേകം നിങ്ങൾ ഈ കോൺഫ്ലവർ ഈ സ്പൂണൊന്ന് വെച്ചൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. ഈ സംഭവം ചേർക്കുന്ന നമ്മുടെ ചില്ലി ബീഫിലോട്ട് ചേർക്കുന്ന എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലോണം തിക്നെസ് കൊടുക്കും. നമ്മുടെ ചില്ലി ബീഫിന് അത്യാവശ്യം ഗ്രേവിക്കൊക്കെ നല്ല തിക്കായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റോക്കും കോൺഫ്ലവർ പൊടിയും കൂടെ ഇവിടെ മിക്സ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സർ നമ്മുടെ ചില്ലി ബീഫിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ
നമ്മുടെ ബീഫിന്റെ സ്റ്റോക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം തിളയ്ക്കാനൊക്കെ തുടങ്ങി. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ബീഫ് നമ്മൾ വറുത്ത് കോരി വെച്ചല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ സോസിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് ഈ ബീഫിലോട്ട് വരണം. അതിനായി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമുക്കിനി ഇതിനകത്തോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ കുരുമുളക് പൊടി. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചില്ലി ബീഫിന്റെ എരിവ് മൊത്തം ഈ ഒരു കുരുമുളക് പൊടിയിലാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോസിന്റെയും ആ ഒരു സോയാ സോസിന്റെയും ടൊമാറ്റോ സോസും ചേർത്തുകൊണ്ട് നല്ല മണം വരുന്നുണ്ട്. നല്ല കിടിലം മണമാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. അപ്പം അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഏറെക്കുറെ നമ്മുടെ ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാരിനേഷനും അതുപോലെ ഗാർണിഷിംഗ് പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ചില്ലി ബീഫ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു മാരിനേഷൻ പരിപാടിയാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് മല്ലിയില കീറി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സവോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും പച്ചയായിട്ട് തന്നെ അരിഞ്ഞ് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ മല്ലിയിലയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും സവോളയും മാരിനേഷന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഗ്രേവി ഒക്കെ പോയി നന്നായിട്ട് ഒരു റോസ്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ സംഭവം നമ്മുടെ ഈ ഒരു വീഡിയോ ഏകദേശം തീരാറായി. അതായത് ചില്ലി ബീഫ് എന്ന് പറയുന്ന സംഭവം ഇത്രയും തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചില്ലി ബീഫ് നമ്മുടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ചില്ലി ബീഫിന്റെ റെസിപ്പി നമ്മുടെ ഇതോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ചില്ലി ബീഫ് ഇവിടെ കിഡിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സാധനം, ചില്ലി ബീഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മണം കേട്ടിട്ട് എനിക്ക് തന്നെ കഴിച്ചാൽ കൊള്ളാത്തുണ്ട്. നമ്മുടെ ക്യാമറമാൻ മച്ചാൻ അവിടെ ചിരിക്കുന്നുണ്ട്. അവൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിച്ച് കിട്ടിയാൽ മതി. ഇപ്പൊ തരാം. അപ്പൊ നമ്മളിനി കഴിക്കാൻ പോവാണ്. അപ്പൊ ഈ ചില്ലി ബീഫ് നമുക്ക് ഇതൊരു ചേമ്പിലയിലോട്ട് വെക്കാം. ഏതായാലും ഇച്ചിരി ഔട്ട്ഡോർ ഒക്കെ ആയി, ഇച്ചിരി നാടൻ സെറ്റപ്പിലങ്ങ് എടുക്കാന്ന് വെച്ചു. അപ്പൊ നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ചടങ്ങ് കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല, അത്യുഗ്രൻ കിഡിലൻ സാധനമാണ് ചില്ലി ബീഫ്. എനിക്ക് പേഴ്സണലി ചിക്കനായിരുന്നു കൂടുതൽ ഇഷ്ടം. ഇതിപ്പോൾ കഴിച്ചപ്പം ചില്ലി ചിക്കനേക്കാളും അന്യായ ടേസ്റ്റാണ് നമ്മുടെ ചില്ലി ബീഫിന്. അപ്പം ബീഫ് ഉണ്ടെങ്കിൽ എന്തായാലും കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കാം. ഇപ്പം ഞാനീ പുറത്ത് ഔട്ട്ഡോർ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത്. ഇൻഡോറിൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു ചില്ലി ബീഫിന്റെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അണ്ടിൽ ദെൻ ബൈ ബൈ. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ ചീവീട്ടിന് വെച്ചാണ് നമ്മുടെ ക്യാമറമാൻ മച്ചാന്റെ കണ്ണീന്നല്ലേ